Hello friends, welcome to my English classroom. In this class, we are going to discuss about the poem Caring for Animals written by John Silkin. ഇംഗ്ലീഷ് കവിയായ ജോൺ സിൽക്കിൻ്റെ കെയറിംഗ് ഫോർ അനിമൽസ് എന്ന കവിതയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. മൃഗസ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണിത്. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന ആശയമാണ് കവി ഈ കവിതയിലൂടെ ഊട്ടിയുറപ്പിക്കുന്നത്. ഈ കവിതയെ വളരെ വിശദമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുകയാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. കവിതയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ കവിയെ വളരെ വേഗത്തിലൊന്ന് പരിചയപ്പെടാം. ജോൺ സിൽക്കിൻ 1930 to 1997. A British poet, critic and editor, was born in London to a Jewish immigrant family. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് കവിയും സാഹിത്യ വിമർശകനും പത്രാധിപനുമായിരുന്നു. ജനിച്ചത് ഇംഗ്ലണ്ടിലെ ഒരു ജൂത കുടിയേറ്റ കുടുംബത്തിലാണ്. Until World War II, he lived in London and pursued his studies at Wycliffe College and Dulwich College. രണ്ടാം ലോക മഹായുദ്ധകാലം വരെ ഇദ്ദേഹം ജീവിച്ചത് ലണ്ടൻ നഗരത്തിലാണ്. അവിടുത്തെ വൈക്ലിഫ്, ഡെൽവിച്ച് തുടങ്ങിയ കോളേജുകളിൽ തൻ്റെ പഠനം അദ്ദേഹം പൂർത്തിയാക്കി. സിൽക്കിൻ സ്പെൻഡ് സം ഇയേഴ്സ് ആസ് എ ലേബറർ ബിഫോർ ടേണിംഗ് ടു ദ റൈറ്റിംഗ് ഓഫ് പോയട്രി. ഒരു കവിയായി മാറുന്നതിന് മുൻപ് വ്യത്യസ്തമായ ജോലികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. In 1958, he was appointed as the fellow in poetry at Leeds University. 1958 ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലെ കവി പ്രതിനിധിയായി ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. But spent much of his time editing Stand, a literary magazine which he had founded in 1957. എന്നാൽ ഇദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത് 1957 ഇദ്ദേഹം തന്നെ ആരംഭിച്ച സ്റ്റാൻഡ് എന്ന സാഹിത്യ മാസികയ്ക്ക് വേണ്ടിയിട്ടാണ്. He wrote a number of works on the war poetry of World War I. ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ഒരുപാട് യുദ്ധകവിതകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. His first poetry collection, The Peaceable Kingdom, was published in 1954. 1954 ഇദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമായ ദ പീസബിൾ കിങ്ഡം പുറത്തിറങ്ങുന്നത്. സിൽക്കിൻസ് അതർ ഇമ്പോർട്ടൻ്റ് വർക്ക്സ് ആർ, ഇദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന വർക്കുകൾ The Two Freedoms 1958, Living Voices 1960, The Reordering of the Stones 1961, Flower Poems 1964, Nature with Man 1965, etc. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ. ഇനി നമുക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയെക്കുറിച്ചൊന്ന് നോക്കാം. The poem Caring for Animals was published in Silkin's poetry collection The Peaceable Kingdom. സിൽക്കിൻ്റെ ആദ്യ കവിതാ സമാഹാരമായ ദ പീസബിൾ കിങ്ഡം എന്ന പുസ്തകത്തിലാണ് കെയറിംഗ് ഫോർ അനിമൽസ് എന്ന ഈ കവിതയും രചിച്ചത്. As the title of the poem indicates, caring for animals describes the importance of caring and protecting the animals. കവിതയുടെ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ ഉടനീളം കവി പറയുന്നത്. കെയറിംഗ് ഫോർ അനിമൽസ്, മൃഗങ്ങളെ പരിചരിക്കുക, മൃഗങ്ങളെ സംരക്ഷിക്കുക. ദ പോയറ്റ് റിവീൽസ് the suffering of the animals and expresses his concern over the need of protecting them from the cruelties of human beings. കവിതയിൽ കവി വ്യക്തമാക്കുന്നത് മൃഗങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ചാണ്. മാത്രമല്ല മനുഷ്യൻ അവയോട് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ചാണ്. Through this poem, Silkin conveys a message that we the humans are responsible to protect all living beings. കവിതയിലൂടെ കവി കൃത്യമായി നമ്മളോട് പറയുന്നത് മനുഷ്യനാണ് മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത്. ഈ ഭൂമിയിൽ ഏറ്റവും ശക്തിയുള്ളത് മനുഷ്യനാണെന്നാണ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് മറ്റു ചരാചരങ്ങളെ, ഭൂമിയിലെ മറ്റു അവകാശികളെ കൂടെ നമ്മൾ കൂടെ കൂട്ടേണ്ടതാണ്. ആൻഡ് ഷുഡ് ഇൻകൾക്കേറ്റ് എ ഫീലിംഗ് ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് അവർ ഫെലോ ബീയിങ്സ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഈ മൃഗങ്ങളോടും നമ്മൾ സ്നേഹം അല്ലെങ്കിൽ കാരുണ്യം മനസ്സിലുറപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഓരോ മനുഷ്യനെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ.
മൃഗങ്ങളോടുള്ള സ്നേഹം നമ്മുടെ കൂടപ്പിറപ്പുകളോടുള്ള മറ്റു മനുഷ്യനോടുള്ള സ്നേഹം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. എല്ലാവർക്കും ഈ ഭൂമിയിൽ ഒരുപോലുള്ള ജീവിതം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാണ് ഈ കവിതയിലൂടെ കവി ശക്തമായി വാദിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കവിതയെ വളരെ വിശദമായിട്ടൊന്ന് പഠിക്കാം. കെയറിംഗ് ഫോർ ആനിമൽസ്, മൃഗങ്ങൾക്കുള്ള സംരക്ഷണം, അവർക്കുള്ള പരിചരണം. ഐ ആസ്ക് സംടൈംസ്, ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, വൈ ദീസ് സ്മാൾ അനിമൽസ്, എന്തിനാണ് ഈ ചെറിയ മൃഗങ്ങളെ, വിത്ത് ബിറ്റർ ഐസ്, വളരെ തീവ്രമായ കണ്ണുകളുള്ള ഈ മൃഗങ്ങളെ, വൈ വി ഷുഡ് കെയർ ഫോർ ദം, നമ്മൾ എന്തിനാണ് അവരെ പരിചരിക്കുന്നത്, നമ്മൾ എന്തിനാണ് അവരെ സംരക്ഷിക്കുന്നത്, ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഐ ആസ്ക് സംടൈംസ് വൈ ദീസ് സ്മാൾ അനിമൽസ് വിത്ത് ബിറ്റർ ഐസ്, വൈ വി ഷുഡ് കെയർ ഫോർ ദം, എന്തിനാണ് ഇത്തരത്തിൽ തീവ്രമായ കണ്ണുകളുള്ള നമ്മളെ പേടിപ്പെടുത്തുന്ന ഇത്തരം ജീവജാലങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നത് എന്ന് ഞാൻ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഐ ക്വസ്റ്റ്യൻ ദ സ്കൈ, ദ സെറീൻ ബ്ലൂ വാട്ടർ, ബട്ട് ഇറ്റ് കനോട്ട് സേ, ഇറ്റ് ഗീവ്സ് നോ ആൻസർ. ഞാൻ ആകാശത്തോട് ഈ ചോദ്യം ചോദിക്കും, ഞാൻ ജലത്തിനോട് ഈ ചോദ്യം ചോദിക്കും, ബട്ട് ഇറ്റ് കനോട്ട് സേ, പക്ഷെ അവരൊന്നും എനിക്കൊരു മറുപടിയും തന്നില്ല. ഇറ്റ് ഗീവ്സ് നോ ആൻസർ, ഒരു ഉത്തരവും എനിക്ക് ലഭിച്ചില്ല. ഞാൻ ഭൂമിയിൽ പലരോടും ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഈ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത്, എന്നാൽ ഒരു ഉത്തരവും എനിക്ക് എവിടെ നിന്നും ലഭിച്ചില്ല. ആൻഡ് നോ ആൻസർ റിലീസസ് ഇൻ മൈ ഹെഡ്, എ പ്രൊസഷൻ ഓഫ് ഗ്രേ ഷെയ്ഡ്സ് പാച്ച്ഡ് ആൻഡ് വിംബറിംഗ്. ആൻഡ് നോ ആൻസർ റിലീസ് ഇൻ മൈ ഹെഡ്, എൻ്റെ തലയിലും ഒരു ഉത്തരം ഉദിച്ചതായി തോന്നിയില്ല. എ പ്രൊസഷൻ ഓഫ് ഗ്രേ ഷെയ്ഡ്സ്, ഒരു ഗ്രേ നിറത്തിലുള്ള ഒരുപാട് ചിത്രങ്ങളുടെ ഒരു യാത്ര മാത്രം. പാച്ച്ഡ് ആൻഡ് വിംബറിംഗ്, കഷ്ണങ്ങളായി കിടക്കുന്ന കൃത്യമായ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് ചിത്രങ്ങൾ. അതായത് എനിക്ക് പലവിധ ചിന്തകൾ കൊണ്ട് എൻ്റെ തല ചിന്താക്കുഴപ്പത്തിലാകുന്നു എന്നർത്ഥം. അതായത് കൃത്യമായ ഒരു ഉത്തരവും എനിക്ക് പെട്ടെന്ന് ലഭിക്കാത്ത ഒരവസ്ഥ വരുന്നു. ഞാൻ തന്നെ ആകെ അസ്വസ്ഥനാവുന്നു. നോ ആൻസർ റിലീസ് ഇൻ മൈ ഹെഡ്, ഒരു ഉത്തരവും എൻ്റെ തലയിൽ ഉദിച്ചില്ല. എ പ്രൊസഷൻ ഓഫ് ഗ്രേ ഷെയ്ഡ്സ്, മങ്ങിയ കുറേ ചിന്തകളും സംശയം തോന്നിക്കുന്ന രീതിയിൽ കുറേ ആശയങ്ങളും മാത്രമാണ് എൻ്റെ തലയിൽ ഉദിച്ചത്. അതായത് കൃത്യമായ ഒരു ഉത്തരം എനിക്ക് ലഭിച്ചില്ല എന്നർത്ഥം. ഡോഗ്സ് വിത്ത് ക്ലിപ്പ്ഡ് ഇയേഴ്സ്, വീസിംഗ് കാർട്ട് ഹോസസ്, എ ഫ്ലൈ വിതൗട്ട് ഷാഡോ ആൻഡ് വിതൗട്ട് തോട്ട്. ഡോഗ്സ് വിത്ത് ക്ലിപ്പ്ഡ് ഇയേഴ്സ്, ചെവി മുറിഞ്ഞ നായ്ക്കളെ ഞാൻ കണ്ടു. വീസിംഗ് കാർട്ട് ഹോസസ്, വണ്ടി വലിച്ച് ശ്വാസം മുട്ടുന്ന കുതിരകളെ ഞാൻ കണ്ടു. എ ഫ്ലൈ വിതൗട്ട് ഷാഡോ, നിഴൽ പോലും ഇല്ലാത്ത പ്രാണികളെയും ഞാൻ കണ്ടു. ആൻഡ് വിതൗട്ട് തോട്ട്, ചിന്തകൾ പോലും ഇല്ലാത്ത ചെറുപ്രാണികൾ, ചിന്തയും നിഴലുകളും ഇല്ലാത്ത ചെറുപ്രാണികൾ, യാതൊരു പ്രാധാന്യവും ഈ ലോകത്തില്ലാത്ത പ്രാണികളെയും ഞാൻ കണ്ടു. ചെവി മുറിഞ്ഞ നായ്ക്കളെയും ശ്വാസം വലിക്കുന്ന കുതിരകളെയും ചിന്തയും നീളുമില്ലാത്ത പ്രാണികളെയും ഞാൻ ഈ ലോകത്ത് കണ്ടു. വ്യത്യസ്തങ്ങളായിട്ടുള്ള മൃഗങ്ങൾ ഈ ലോകത്തിലുണ്ട് എന്നതാണ് ഈ വരികൾ കൊണ്ട് കവി കൃത്യമായി ഉദ്ദേശിക്കുന്നത്. ഈസ് ഇറ്റ് വിത്ത് ദീസ് മെനേസസ് ടു അവർ വിഷൻ, വിത്ത് ദിസ് പ്രൊസഷൻ ലെഡ് ബൈ എ മാൻ ക്യാരിയിങ് വുഡ്. ഈസ് ഇറ്റ് വിത്ത് ദീസ് മെനേസസ് ടു അവർ വിഷൻ, ഈ ഭീഷണി, ഈ അപകടം നമ്മുടെ കാഴ്ചയിൽ കാണേണ്ടതുണ്ടോ? വിത്ത് ദിസ് പ്രൊസഷൻ ലെഡ് ബൈ എ മാൻ ക്യാരിയിങ് വുഡ്, മരമേന്തിയ മനുഷ്യൻ, അവൻക്ക് പിന്നിലെ ജനങ്ങൾ ഇതറിയേണ്ടതുണ്ടോ? ജീസസ് ക്രൈസ്റ്റിനെയാണ് മരമേന്തിയ മനുഷ്യൻ എന്നതിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജീസസിന് പിന്നിൽ നടന്ന, ജീസസിനെ ക്രൂശിച്ച ജനങ്ങളെയാണ് ഇവിടെ പ്രൊസഷൻ എന്ന രീതിയിൽ പറയുന്നത്. എന്നാൽ കവി കൃത്യമായി നമ്മളോട് പറയുന്നത്, ജീവിതഭാരങ്ങൾക്കിടയിൽ, ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ ഇത്തരത്തിൽ മൃഗങ്ങളെക്കുറിച്ചുള്ള ഒരു ആദി മനുഷ്യൻ്റെ കണ്ണിൽ ഉണ്ടാവേണ്ടതുണ്ടോ? ഈസ് ഇറ്റ് വിത്ത് ദീസ് മെനേസസ് ടു അവർ വിഷൻ, ഈ ഭീഷണി, ഈ അപകടം നമ്മൾ കണ്ണിൽ കാണേണ്ടതുണ്ടോ? വിത്ത് ദിസ് പ്രൊസഷൻ ലെഡ് ബൈ എ മാൻ ക്യാരിയിങ് വുഡ്, ജീവിതഭാരമേറുന്ന മനുഷ്യൻ, അവന് മൃഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആവശ്യമുണ്ടോ, ചിന്തിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരേ സമയം തന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ചിത്രവും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് എന്നർത്ഥം. വി മസ്റ്റ് ബി കൺസേൺഡ്, ദ ഹോളി ലാൻഡ്, ദ റിയറിംഗ് ഗ്രീൻ ഐലൻഡ് ഷുഡ് ബി കിൻഡ്ലിയർ ദാൻ ദിസ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ചിത്രം പറഞ്ഞതോടുകൂടി കവി ശക്തമായ വാദങ്ങളിലേക്ക് കടക്കുകയാണ്. വി മസ്റ്റ് ബി കൺസേൺഡ്, തീർച്ചയായും നമ്മൾ വ്യാകുലപ്പെടേണ്ടതല്ലേ?
നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ദ ഹോളി ലാൻഡ്, സ്വർഗമാണ് ഉദ്ദേശിക്കുന്നത്, ഹോളി ലാൻഡ്. ദ റിയറിങ് ഗ്രീൻ ഐലൻഡ്, നമുക്കറിയാം അത് പരിപാലിച്ചു പോരുന്ന ഒരു പൂന്തോട്ടം എന്ന സങ്കല്പമാണ്. ഷുഡ് ബി കിൻഡ്ലിയർ ദാൻ ദിസ്, തീർച്ചയായിട്ടും അവിടെ ഇതിനേക്കാൾ കനിവുള്ളവരായിരിക്കും. മൃഗങ്ങളോട് പോലും വലിയ സ്നേഹമുള്ളവരായിരിക്കും സ്വർഗത്തിൽ പോലും ഉള്ളത്. അപ്പോൾ നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ കാട്ടിക്കൂട്ടുന്നത് ശരിയാണോ? അതുകൊണ്ട് വി മസ്റ്റ് ബി കൺസേൺഡ്, നമ്മൾ വ്യാകുലപ്പെടേണ്ടതല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? സ്വർഗത്തിൽ പോലും മൃഗങ്ങളെ, അതല്ലെങ്കിൽ എല്ലാ ചരാചരങ്ങളെയും ഇതിനേക്കാൾ മാന്യതയോടെയാണ് പരിപാലിക്കുന്നത്, ഇതിനേക്കാൾ കനിവോടുകൂടിയാണ് പരിപാലിക്കുന്നത്. അപ്പോൾ നമ്മളോ? യെറ്റ് ദ അനിമൽസ് അവർ ഗോസ്റ്റ് നീഡ് ടെൻഡിങ് ടു, ടേക്ക് ഇൻ ദ വിപ്ഡ് കാറ്റ് ആൻഡ് ദ ബ്ലൈൻഡഡ് ഓൾ. യെറ്റ് ദ അനിമൽസ്, അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ, അവർ ഗോസ്റ്റ്, അവർ നമ്മുടെ നിഴലുകളാണ്. നീഡ് ടെൻഡിങ് ടു, അവർക്കും കരുതൽ ആവശ്യമുണ്ട്, അവർക്കും സേവനം ആവശ്യമുണ്ട്. മുറിവേൽക്കുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് കരുതൽ കൊടുക്കാറുണ്ട്. നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് നമ്മൾ ഒരുപാട് സ്നേഹം കൊടുക്കാറുണ്ട്. ആ കരുതലും സ്നേഹവും മൃഗങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ടേക്ക് ഇൻ ദ വിപ്ഡ് കാറ്റ്, അടികിട്ടിയ, മനുഷ്യൻ അടിച്ചകറ്റിയ പൂച്ചയെ നിങ്ങൾ കയ്യിലെടുക്കൂ. ആൻഡ് ദ ബ്ലൈൻഡഡ് ഓൾ, കണ്ണ് കുത്തിപ്പൊട്ടിച്ച മൂങ്ങയെ നിങ്ങൾ കൂടെ കൂട്ടൂ. ടേക്ക് അപ്പ് ദ മാൻ ട്രാപ്ഡ് സ്ക്യുറൽ, മനുഷ്യൻ്റെ കെണിയിൽപ്പെട്ടുപോയ അണ്ണാനെ നിങ്ങൾ സൂക്ഷിക്കൂ. അപ്പോൺ യുവർ ഷോൾഡർ, ആ അണ്ണാനെ നിങ്ങൾ നിങ്ങളുടെ തോളിലേന്തു. അറ്റൻഡ് ടു ദ അൺനെസറി ബീസ്റ്റ്, ഏതൊരു വളരെ ചെറുതെന്ന് തോന്നുന്ന, നമുക്ക് പ്രാധാന്യമില്ല എന്ന് തോന്നുന്ന കൊച്ചു മൃഗങ്ങളെപ്പോലും നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കൂ എന്നാണ് കൃത്യമായി കവി പറയുന്നത്. അതായത് മനുഷ്യർക്ക് ആവശ്യമുള്ള പോലെ തന്നെ കരുതലും സ്നേഹവും മൃഗങ്ങൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ക്രൂരന് ഇടയായിട്ടുള്ള, മനുഷ്യൻ ക്രൂരത കൊണ്ട് അകറ്റിയ ഏതൊരു മൃഗത്തെ ആവട്ടെ, അതിൻ്റെ ഉദാഹരണങ്ങളാണ് അടികിട്ടിയ പൂച്ചയും കണ്ണ് കുത്തിപ്പൊട്ടിച്ച മൂങ്ങയും അതുപോലെ മനുഷ്യൻ്റെ കെണിയിൽപ്പെട്ട അണ്ണാനും. ഇങ്ങനെ ഓരോ മൃഗങ്ങളെയും ഇതുപോലുള്ള അറ്റൻഡ് ടു ദ അൺനെസറി ബീസ്റ്റ്, വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ജീവികളെപ്പോലും സംരക്ഷിക്കാനും സ്നേഹിക്കാനും കരുതാനും നിങ്ങൾ പഠിക്കൂ. എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഫ്രം ഗ്രോയിങ് മേഴ്സി ആൻഡ് എ മോഡറേറ്റ് ലവ്, ഗ്രേറ്റ് ലവ് ഫോർ ദ ഹ്യൂമൻ അനിമൽ ഒക്വേഴ്സ്. ഫ്രം ഗ്രോയിങ് മേഴ്സി, അങ്ങനെ മൃഗങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ വലിയ കരുണ വളർന്നാൽ മാത്രമേ, ആൻഡ് എ മോഡറേറ്റ് ലവ്, സൗമ്യമായ ഒരു സ്നേഹം അവരോട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയാൽ മാത്രമേ, ഗ്രേറ്റ് ലവ് ഫോർ ദ ഹ്യൂമൻ അനിമൽ ഒക്വേഴ്സ്, മനുഷ്യനെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. വലിയ അളവിലുള്ള സ്നേഹം മനുഷ്യന് പകുത്തു നൽകണമെങ്കിൽ മൃഗങ്ങളോട് ചെറിയ അളവിലുള്ള ഒരു സൗമ്യമായ സ്നേഹമെങ്കിലും കരുണയെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ മൃഗങ്ങളോട് സ്നേഹിക്കുന്നവന് മാത്രമേ മനുഷ്യനെയും സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് നിങ്ങളിൽ വളർത്തേണ്ടത്. ആൻഡ് യുവർ ലവ് ഗ്രോസ്, തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ആളുടെ മനസ്സിലെ സ്നേഹം വളരും. ആൻഡ് യുവർ ലവ് ഗ്രോസ്, നിങ്ങളുടെ സ്നേഹം വളർന്നുകൊണ്ടിരിക്കും. യുവർ ഗ്രേറ്റ് ലവ് ഗ്രോസ് ആൻഡ് ഗ്രോസ്, നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം, എന്തിനേയും സ്നേഹിക്കാനുള്ള നിങ്ങളുടെ ആ വലിയ മനസ്സ് വളരും, വീണ്ടും വളരും, വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കൂ. എങ്കിൽ നിങ്ങൾക്ക് മനുഷ്യനെയും മനസ്സ് തുറന്ന് സ്നേഹിക്കാനാകും എന്നാണ് ഈ കവിതയിൽ കവി കൃത്യമായി തുറന്നു പറയുന്നത്. മൃഗസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ കെയറിംഗ് ഫോർ ആനിമൽസ് എന്ന ഈ കവിത കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.